ശബരിമല സന്നിധാനത്ത് ട്രാക്ടർ അപകടം ഉണ്ടായിരിക്കുന്നു. തീർത്ഥാടകർക്കിടയിലേക്ക് ട്രാക്ടർ പാഞ്ഞുകയറി അപകടമുണ്ടായി എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. 2 കുട്ടികൾ ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇത് ഒരു മലയാളി, അതുപോലെ 2 തമിഴ്നാട്ടുകാർ, 5 ആന്ധ്ര സ്വദേശികൾ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നു. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, എന്താണ് സംഭവിച്ചത്? സുജിത്ത്, റീജിത്ത്, ദർശനം നടത്തിയ ശേഷം മടങ്ങുമ്പോഴാണ് ഭക്തർ മടങ്ങുമ്പോഴാണ് അവർക്ക് മേലേക്ക് ട്രാക്ടർ പാഞ്ഞു കയറിയത്. മാലിന്യം കൊണ്ടുപോകുന്ന ട്രാക്ടറാണ് ഭക്തർക്ക് മേൽ പാഞ്ഞു കയറിയത്. കനത്ത മഴയിൽ കുത്തനെയുള്ള റോഡിൽ വാഹനം നിയന്ത്രണം വിടുകയായിരുന്നു. ഡ്രൈവറെ സന്നിധാനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ട്രാക്ടറിൽ ഉണ്ടായിരുന്നത് 5ഓളം പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് ശുചീകരണ തൊഴിലാളികൾ പറയുന്നത്. ഈ സമയത്ത് നടന്നു പോകുന്ന സമയത്ത് ഒരു മലയാളിയും ഒപ്പം തന്നെ 2 തമിഴ്നാട്ടുകാരും 5 ആന്ധ്ര സ്വദേശികളുമാണ് അവരുടെ മുകളിലേക്കാണ് ഈ ട്രാക്ടർ പാഞ്ഞു കയറിയത്. ആന്ധ്ര സ്വദേശികളായ വീര റെഡ്ഡി, സുനിത, അതുപോലെ ധ്രുവ ഷെഡ്ഡി, നിതീഷ് റെഡ്ഡി, അതുപോലെ തൊൽസമ്മ, ഇങ്ങനെയുള്ള 5 പേർക്ക് മേലെയാണ് 5 ആന്ധ്ര സ്വദേശികളും അതുപോലെ തന്നെ 2 തമിഴ്നാട് സ്വദേശികളുടെയും ഒരു മലയാളിയുടെയും ശരീരത്തേക്കാണ് വാഹനം പാഞ്ഞു കയറിയത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 കുട്ടികൾ ഉൾപ്പെടെ 9 പേരും സന്നിധാനം ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഒപ്പം തന്നെ 2 പേരുടെ നിലയാണ് ഇപ്പോൾ അതീവ ഗുരുതരമെന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവരെ എല്ലാവരെയും തന്നെ ഇപ്പോൾ ഇവിടെ നിന്നും സന്നിധാനം ആശുപത്രിയിൽ നിന്നും പമ്പ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇവിടുത്തെ ആംബുലൻസിൽ തന്നെയാണ് സന്നിധാനം ആശുപത്രിയിൽ ക്രമീകരിച്ചിട്ടുള്ള ആംബുലൻസ് വാഹനത്തിലാണ് ഇപ്പോൾ പമ്പ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതിൽ 2 പേരുടെ നില ഗുരുതരം, ബാക്കിയുള്ളവർക്ക് സാരമായ പരിക്കുകൾ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാളുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ കാലിലൊക്കെ ചെറിയ രീതിയിലുള്ള പരിക്കുകളും ഏറ്റിട്ടുണ്ട്. ഏതായാലും ഇവിടെ അടിയന്തര ചികിത്സ സന്നിധാനം ആശുപത്രിയിൽ എത്തിച്ച് നൽകിയ ശേഷമാണ് ഈ ഇറക്കത്തിൽ നിന്ന് നിയന്ത്രണം നഷ്ടമായതാണ് അപകടത്തിന് കാരണമെന്നാണോ മനസ്സിലാക്കുന്നത്? ഈ ഗുരുതരമായി പരിക്കേറ്റവരാരൊക്കെയാണ്? 2 കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില എന്താണ്? ഇവരെ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഇപ്പോഴുണ്ടോ? സുരേന്ദ്രൻ, അതെ റിജിത്ത്, തീർച്ചയായും ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അവർക്ക് ഇവിടെ എത്തിച്ച് പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷമാണ് ഇവിടെ നിന്നും ഇവരെ സന്നിധാനത്ത് നിന്നും പമ്പയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ആശുപത്രി ജീവനക്കാരും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരിൽ ഇവിടെ എത്തിച്ച് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് സംഭവിച്ചത്, എപ്പോഴാണ് അവരെ കൊണ്ടുവന്നത്? സമയം അത്ര ഓർക്കുന്നില്ല, പക്ഷെ മഴ സമയത്തായിരുന്നു. മഴ സമയത്താണ് കൊണ്ടുവന്നത്. വലിയ ഗുരുതരമൊന്നും വലിയ പ്രശ്നമൊന്നും പറയാനില്ല. 2 പേർക്ക് സീരിയസ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വലിയ സീരിയസ് ഒന്നും പറയാനില്ല. പിന്നെ ചെറിയ പേരൊക്കെ ഇവിടുന്ന് നല്ല രീതിയിൽ ചികിത്സ ചെയ്താൽ കൊടുത്തിരിക്കുന്നത്, പമ്പയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. പമ്പയിൽ നിന്നും അവരെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരും. അറിയില്ല, അതിന് അവിടെ ചെന്നിട്ട് നോക്കിയെങ്കിലേ അറിയാൻ പറ്റും. കുട്ടികളടക്കമുള്ളവർക്കാണ് വലിയ പരിക്കില്ല. ദൈവാനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. എന്താണ് അവർ പറയുന്നത്? എന്താണ് അപകടം എങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്? ആ മഴ സമയത്ത് സ്ലിപ്പായി വന്നെന്നാ പറയുന്നത്. അതെ റിജിത്ത്, അതായത് വാഹനം ഈ മഴ സമയത്ത് ഈ ട്രാക്ടർ തെന്നി മാറിയാണ് ഇവരുടെ ഭക്തരുടെ മുകളിലേക്ക് പാഞ്ഞു കയറിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളികളും ഒപ്പം തന്നെ ഈ ട്രാക്ടർ ഡ്രൈവറെ സന്നിധാനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.